മോളെ ഇവൻ പറഞ്ഞിരുന്നു ബോർഡ് വരുമെന്ന്. നിങ്ങൾ സംസാരിക്കുക, ഞാൻ അതിൽ കുടിക്കെടുക്കാം. അച്ഛാ, ആ ബോർഡിൽ ജ്യൂസ് ഇരിപ്പുണ്ട്. മോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മോൾ ആദ്യമായിട്ട് പറഞ്ഞേക്കണം വരികയല്ലേ. എന്താ എന്തു ചേച്ചി? ദേവി, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്റെ മനസ്സിലെന്താ പെട്ടെന്ന് ഇങ്ങനെ? മോളെ കുടിക്കേ. ചേച്ചി, ചേച്ചി വിവേകം ചെയ്തോ? അവളെന്താ പരിഭ്രമിച്ചു പോകുന്നത്? അവളുടെ കയ്യിലെ ആ മോതിരമാണ് അവളെ പരിധിയിലാക്കാൻ വിസമ്മതിക്കുന്നത്. അത് കൈക്കലാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താ എന്തു പറ്റിയ അവൾക്ക്? എനിക്കറിയില്ലമ്മേ. ചേടാ, ആ കൊച്ചെന്ത് പണിയാ കാണിച്ചേ? അല്ല, അച്ഛങ്ങോട്ടോ? ഞാൻ ഇപ്പൊ വരാം. മോളെ മോളെ ദേവുട്ടി, എന്താ എന്തു പറ്റി? ഒന്നും പറയണ്ട ഹോര. ഘോര എന്ന ഭസ്മം ഞാൻ ജ്യൂസിൽ കലർത്തി അവൾക്ക് കൊടുത്തതാ. അവളത് കുടിക്കാനായി എടുക്കുകയും ചെയ്തു. പെട്ടെന്ന് വെളിപാട് തോന്നും പോലെ അവൾ പുറത്തേക്കൊരു ഓട്ടോ ആയിരുന്നു. പെട്ടെന്ന് തോന്നിയ വെളിപാടല്ല നാഗപ്പ. ദേവശക്തികൾ അവൾക്ക് തീർത്ത സുരക്ഷാ വലയത്തിന്റെ ശക്തിയാണത്. അതൊരു മോതിരമായി അവളുടെ വിരലിൽ കിടപ്പുണ്ട്. ആ മോതിരം അവളിൽ നിന്ന് പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൾ വരില്ല. എങ്ങനെയും അവളിൽ നിന്ന് ആ മോതിരം ഇല്ലാതാക്കിയേ പറ്റൂ. എങ്കിൽ നമ്മൾ ജയിക്കും. അതെങ്ങനെ സാധിക്കും? ആ ഭസ്മം ഉള്ളിൽ ചെന്നിരുന്നെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ അവള് കേട്ടേനല്ലോ. അവളെ മെരുക്കിയെടുക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നാലും ആ കുട്ടിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ദേവ് ചേച്ചിക്ക്
അച്ഛനെ പേടിയാമേ. അച്ഛനെ കണ്ടപ്പോ മുതലാ ചേച്ചി ആകെ ഡിസ്റ്റർബ്ഡ് ആയേ. അതെന്തിനാ ആ കുട്ടി നിന്റെ അച്ഛനെ കാണുമ്പോ ഇത്ര അസ്വസ്ഥയാവുന്നേ? അതില് ദേവി ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്മേ. അച്ഛന്റെ ചെയ്തികള് നാട്ടിൽ അത്രയ്ക്ക് പാട്ടാണല്ലോ. ചേച്ചിയെ പോലെ ദേവീ ഭക്തയായ ഒരാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാ അച്ഛൻ. നീ വിഷമിക്കണ്ട. ചിലപ്പോ അച്ഛൻ ദേവൂട്ടിയെ കണ്ട് സംസാരിച്ച് കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും. ശ്ശോ, എന്താന്നറിയില്ല, ഒരു പരവേശം പോലെ. മോനെ, കുടിക്കാൻ എന്തെങ്കിലും താടാ.